ഹലോ നമസ്കാരം. ഒരു അഭ്യർത്ഥനയുണ്ട്. അതായത് ഇത് പ്ലേ ചെയ്ത ഉടനെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോകരുത്. കാരണം ഒരാളിൻ്റെ ദയനീയ അവസ്ഥ വിവരിക്കുന്ന ഒരു കൊച്ചു വീഡിയോയാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുകയും പലരിലേക്കും ഇത് ഷെയർ ചെയ്ത് വിടുകയും ചെയ്യണം. കാര്യം അത്രയ്ക്ക് ദയനീയ അവസ്ഥയായിട്ടുള്ള ഒരു കഥയാണ്. നിങ്ങൾക്ക് വേണു സാറിനെ അറിഞ്ഞൂടെ? നിങ്ങൾക്കെങ്ങനെ അറിയാൻ പറ്റും വേണു സാറിനെ എനിക്കറിയാം. എൻ്റെ വീട്ടിനടുത്തുള്ള ആളാണ്. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. നല്ല കുടുംബക്കാരനാണ്. പക്ഷേ എന്തു ചെയ്യാം, അദ്ദേഹത്തിൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കൊച്ചു കുടുംബം എന്ന് പറഞ്ഞാൽ വേണു സാറുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, പഠിക്കുന്ന പിള്ളേരാണ്. അതേപോലെ പ്രായം ചെന്ന അച്ഛനും വേണു സാറിൻ്റെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് തുച്ഛമായ ശമ്പളമാണ്. അതായത് എല്ലാ പിടുത്തവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1.25-1.5 ലക്ഷം രൂപയ്ക്കകത്ത് കിട്ടും. ഈ 1.5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അന്തസ്സായിട്ട് ജീവിച്ചൂടെ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ അത് നടക്കില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? കാരണം ഒരു 3000-3500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട്, 4 മുറി AC ആണ്. ആ AC രാത്രി മുതൽ പകൽ വെളുപ്പാങ്കാലം വരെ പ്രവർത്തിക്കുമ്പം അതിൻ്റെ കറണ്ട് വാടക എത്ര രൂപയാവും? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ വിദ്യാഭ്യാസ ചിലവ് പിള്ളേരുടെ. അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇറച്ചി വേണം. ഇറച്ചി എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഇറച്ചി വാങ്ങിയാലേ ആ വീട്ടിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മൂത്തവന് ബീഫ് തന്നെ വേണം. രണ്ടാമത്തത് മോളാണ്. മോക്കാണെങ്കിൽ ബീഫെന്ന് കേട്ട അലർജിയാണ്. അവൾക്ക് മട്ടൻ തന്നെ വേണം. 1000 രൂപയാണ് 1 കിലോ. അതുപോയിട്ട് 3 നാക്കെടുക്ക പ്രാണികളുണ്ട്. ഒരു ലാബ്രഡോറ്, ഒരു റോഡ് വീലർ, ജർമ്മൻ ഷെപ്പേഡ്. നാക്കെടുക്ക പ്രാണിയാണ്. നമ്മൾ കഴിച്ചില്ലെങ്കിലും അതിന് ആഹാരം കൊടുക്കണ്ടേ? കൃത്യമായിട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപ വെച്ച് പുള്ളി എങ്ങനെ ജീവിക്കും? അപ്പോഴാണ് ആരോ പറഞ്ഞു, സാറേ ഇങ്ങനെ പോയാൽ പറ്റില്ല. സാറിൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു പഴഞ്ചൻ കാറല്ലേ, ഒരു BMW കാർ എടുത്തു കഴിഞ്ഞാൽ സാറിൻ്റെ കുടുംബ അന്തസ്സ് വെച്ച് ഏതാണ്ട് ആ ഒരു രീതിയിൽ നിന്നാലേ സാറിനൊരു വിലയും ഒരു സമൂഹത്തിൽ ഒരു മാന്യതയൊക്കെ കിട്ടുകയുള്ളൂ. അദ്ദേഹം പാവം ആരെയോ വാക്ക് കേട്ട് ഒരു BMW കാറും എടുത്തു. അതിൻ്റെ പെട്രോൾ ചിലവ്, അത് പോയിട്ട് BMW കാറ് സാധാരണ നമുക്ക് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ഈ മാരുതി പോലെയുള്ള കൊച്ച് ഷോറൂമിലോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലോ കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് യോഗ്യതയുള്ള സ്ഥലത്തല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചിലവ്, അത് പോയിട്ട് സർവീസ് ചെയ്യുക. BMW കാറൊക്കെ സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-1500 നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന അവസരത്തിലാണ് പുള്ളി ജീവിതം മുമ്പോട്ട് തള്ളിക്കൊണ്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട്. എന്തിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇത്രയും സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നെങ്കിലും അദ്ദേഹം നമ്മുടെ ഈ മഞ്ഞ കാർഡിൽ ആ റേഷനരി ആശ്രയിച്ചാണ് അദ്ദേഹം ഡെയിലി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോഴാണ് ഒരു ദിവസം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ അതോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോ ആരോ അതിലേ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ട്, സാറേ എങ്ങനെ ജീവിതമൊക്കെ? വളരെ ബുദ്ധിമുട്ടാണ് സാറേ, ഇപ്പോൾ സാമൂഹിക ക്ഷേമ പെൻഷൻ പരിപാടിയൊക്കെ തുടങ്ങി. അയ്യോ അതിപ്പോൾ നമുക്കെങ്ങനെ കിട്ടും? സർക്കാർ ജോലിക്കാർക്ക് കിട്ടുമോ? സാറ് ചുമ്മാ ഇരുന്നാൽ മതി, ഒരു 10,000 രൂപ എനിക്ക് തന്നാൽ കുറച്ച് ചിലവുണ്ട്, സാറിന് ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് പ്രതിമാസം 1600 രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു വിധം അങ്ങേരുടെ ജീവിതം അങ്ങനെ പച്ച പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ടും വലിയ കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോൾ പാവം വയസ്സായ അച്ഛൻ കൂടെ ഉണ്ടല്ലോ. അച്ഛൻ ഈ മകൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, മക്കളെ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ പേരിൽ കൂടെ ഒരു ക്ഷേമ പെൻഷൻ എഴുതി കൊടുക്ക്. അതെങ്ങനെ പറ്റും അച്ഛാ? അച്ഛൻ എൻ്റെ ആശ്രയത്തിലല്ലേ കഴിയുന്നത്, അതെല്ലാവർക്കും അറിയാമല്ല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് നീ വിചാരിച്ചാൽ നടക്കും. അല്ലെങ്കിൽ നമ്മളെ പഴയ ആ പഞ്ചായത്ത് മെമ്പറെ തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും കൂടെ ഒപ്പിച്ച് ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ചിലപ്പോൾ 1-2 മാസം ഈ പെൻഷൻ മുടങ്ങിപ്പോവും. ആ മുടങ്ങിപ്പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് അത് ഒന്നിച്ച് കിട്ടുമ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് വന്ന് കിടക്കുന്നു ഇടി വീണതുപോലെ ഒരു പുതിയ സംഭവം. അതായത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ 1458 പേരാണെന്ന് തോന്നുന്നു. അവർ
സർക്കാർ ഉദ്യോഗത്തിലിരിക്കെ തന്നെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുവെന്ന് എവിടുന്നോ ഏതോ ഒരു അറിവ് കിട്ടി. പത്രക്കാരും ചാനലുകാരും അതിൻ്റെ പുറകെയായി. ഉദാഹരണത്തിന് 2 കോളേജ് പ്രൊഫസർ, 2-3 സ്കൂൾ അധ്യാപകർ, പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ. ഈ കോളേജ് അധ്യാപകരിൽ ഉൾപ്പെട്ടത് മിക്കവാറും എനിക്ക് തോന്നുന്നത് വേണു സാറായിരിക്കും. പിന്നെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ മന്ത്രി ബാലഗോപാലൻ സാറ്. അദ്ദേഹം ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നം വന്നാലും ഈ പെൻഷൻ വാങ്ങുന്നവരുടെ പേര് വിവരങ്ങൾ പുറത്തു പറയില്ല. അതെന്തായിരുന്നാലും വേണു സാറിന് ഭയങ്കര ഒരു ആശ്വാസമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ദയവേത് ഈ വാർത്ത ഒരു 10 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് വേണു സാറിൻ്റെ കുടുംബത്തിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കഥന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയ കഥനകഥകളുമായി കാണാം. ബൈ ബൈ.